ഇല്ല, അദ്ദേഹത്തിന് ഒരിക്കലും അങ്ങനെ കോൺഗ്രസ്സിന് ദോഷം വരുന്നതോ ആയിട്ടുള്ള ഒരു കാര്യവും ചെയ്യാൻ കെ സുധാകരൻ എന്ന നേതാവിന് കഴിയില്ല. കാരണം അദ്ദേഹവും കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനവും പ്രവർത്തകരുമായിട്ടുള്ള ബന്ധം അറിയുന്ന ഒരു നേതാവാണ് ശ്രീ കെ സുധാകരൻ. ഒരിക്കലും അദ്ദേഹം കോൺഗ്രസ്സിനെതിരായിട്ടോ കോൺഗ്രസ്സിന് ദോഷം വരുന്നതോ കോൺഗ്രസ്സിന് അദ്ദേഹത്തിന് ദോഷം വരുന്നതായിട്ടുള്ള ഒരു കാര്യവും കോൺഗ്രസ്സും ചെയ്യില്ല, തിരിച്ചും ഉണ്ടാവില്ല. കോൺഗ്രസ് നേതൃത്വവും അതിനെക്കുറിച്ച് നല്ല ധാരണയുള്ളവരാണ്. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരാണ് നേതാക്കന്മാരെക്കാൾ ഉപരി. അവരെല്ലാവരും അവരുമായിട്ടുള്ള ബന്ധമുണ്ട്, അത് അദ്ദേഹത്തിനും അറിയാം. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും കോൺഗ്രസ്സിന് ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പോറലും ഏൽക്കുന്ന ഒരു തീരുമാനവും ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസമാണ്. പുതിയ പാർട്ടി എന്നാണ് പറയുന്നത്, അതായത് 12 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇല്ല, അങ്ങനെ അദ്ദേഹം അങ്ങനെ സമ്മർദ്ദത്തിൻ്റെ ആളല്ല. ഞാൻ പറഞ്ഞല്ലോ, ശ്രീ കെ സുധാകരനെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും കോൺഗ്രസ്സിന് ദോഷം വരുന്ന ഒന്നും ഉണ്ടാകില്ല. ബാക്കിയെല്ലാം അഭ്യൂഹങ്ങളായിരിക്കും. അദ്ദേഹം തന്നെ അത് വ്യക്തമാക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഒരിക്കലും ഞങ്ങളറിയുന്ന കെ സുധാകരൻ, കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ അറിയുന്ന കെ സുധാകരൻ, കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് അറിയുന്ന കെ സുധാകരൻ ഒരിക്കലും കോൺഗ്രസ്സിന് ദോഷം വരുന്ന ഒരു കാര്യവും അദ്ദേഹം ചെയ്യില്ല. ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലുണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ എല്ലാ പ്രാവശ്യവും ഉണ്ടാകാറുള്ളതാണ്. പക്ഷേ വിജയ സാധ്യതയെ പോലും അത് നശിപ്പിക്കുന്ന തരത്തിലേക്ക് ആ കാര്യങ്ങൾ പോകുന്നുണ്ടോ? ഇല്ല, ഉണ്ടാവില്ല. ഇപ്പോൾ 2 ദിവസം കൊണ്ടാണ് ആദ്യത്തെ പട്ടിക വന്നു, 2-ാം ദിവസമായി. ഇനി 4-5 സീറ്റിലേക്ക് മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്ന ഓൺലൈനിലൊരു തെരഞ്ഞെടുപ്പ് സമിതി യോഗം നടക്കുന്നുണ്ടെന്നാണ്. അത് കഴിയുമ്പോഴത്തേക്ക് ആ പട്ടികയിലെ ആ ലിസ്റ്റിലുള്ള സ്ഥാനാർത്ഥികളെ അന്തിമമായി തീരുമാനിക്കും. വേഗം തീരുമാനിക്കും എന്നുള്ള ഒരു ആഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഒരു നിയോജകമണ്ഡലത്തിൽ മികച്ച ഒന്നിലധികം സ്ഥാനാർത്ഥികൾ വരുമ്പോൾ അതിൽ നിന്ന് ഒരാളെ കണ്ടെത്താനുള്ള ഒരു കാലതാമസമായിട്ട് മാത്രമേ ഇതിനെ കണ്ടാൽ മതി. ഇപ്പോൾ മുമ്പ് ആറന്മുളയിലും പിന്നെ പേരാവൂരും എറണാകുളത്തെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ചുവരെഴുതി പോസ്റ്റർ ഒട്ടിച്ച് സ്ഥാനാർത്ഥി പ്രചരണം ആരംഭിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷം ആ 3 സ്ഥാനാർത്ഥികളെ മാറ്റി അവിടെ KP ധനപാലിനെയും ശിവദാസൻ നായരെയും അതുപോലെ KP നൂറുദ്ദീനെയും 3 പേരെയും മാറ്റി പുതിയ സ്ഥാനാർത്ഥികൾ വന്നു. മലയത്ത് സരളാദേവിയും ചന്ദ്രശേഖരനും അതുപോലെ AD മുസ്തഫയും വന്നു. അവർ 3 പേരും ജയിച്ചു. ഒരാഴ്ച പ്രചരണം നടത്തിയ സ്ഥാനാർത്ഥികളോട് പിന്മാറാൻ ആവശ്യപ്പെട്ടിട്ടാണ് പുതിയ സ്ഥാനാർത്ഥികളെ വെച്ചത്. അപ്പോൾ അത്തരം അനുഭവങ്ങളും ചരിത്രമൊക്കെ ഉണ്ട്. ഇപ്പം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഒരുപാട് ആളുകൾ ഒരുപോലെ പ്രാധാന്യമുള്ളവർ, വിന്നബിലിറ്റി ഉള്ളവർ ഒരു സീറ്റിലുണ്ടാകുമ്പോൾ അത് തീരുമാനിക്കാൻ എടുക്കുന്ന ഒരു താമസം മാത്രമാണ്. ഇന്നോടുകൂടി എന്തായാലും കോൺഗ്രസിൻ്റെ നാളത്തേക്ക് പോവില്ല. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അന്തിമ രൂപമാകും. അത് കഴിഞ്ഞാൽ വീണ്ടും ക്യാമ്പയിൻ മോഡിലേക്ക് എത്തും. കോൺഗ്രസ് UDFന് ഈ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയമുണ്ടാകും. ജനങ്ങൾ കുറച്ചുകൂടെ വേഗത്തിൽ കാര്യങ്ങൾ തീരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. ചെറിയ കാലതാമസം ഉണ്ടായി. അത് ഇന്നോടുകൂടി അവസാനിക്കും. അല്ല, അതൊക്കെ ഞാൻ പുതുപ്പള്ളിയിലാണുള്ളത്. ആ തീരുമാനം ഉണ്ടാകുന്നത് ഡൽഹിയിലാണ്. അതെല്ലാം കോൺഗ്രസ് ഹൈക്കമാൻഡ് പറയേണ്ട കാര്യങ്ങളാണ്. ഞാനത് പറയുന്നത് ശരിയല്ല. നിങ്ങളെല്ലാം